സന്തോഷ്, ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. കണ്ണപുരം കീഴറയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു, രണ്ടുപേർ മരിച്ചു എന്ന സൂചനകളൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് സന്തോഷ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ്? മനു, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ കണ്ണപുരം കീഴറയിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായത്. സ്ഫോടന ശബ്ദം കേട്ട് പ്രദേശവാസികൾ ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കണ്ണപുരം പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി. പിന്നാലെ തളിപ്പറമ്പിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. അവിടെ ഇപ്പോൾ പോലീസ് സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ്. ആ പ്രദേശത്തേക്ക് ആരെയും പോകാൻ അനുവദിക്കുന്നില്ല. അവിടെ പരിശോധന നടന്ന് വരികയാണ്. ഈ ഉഗ്രസ്ഫോടനത്തിൽ ഈ വീട് പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. ഇത് വാടക വീടാണ്. അത് 2 പേരാണ് അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഒരു അനൂപ് എന്ന് പേരുള്ള ഒരാളാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തത് എന്നുള്ളതാണ് വീട്ടു ഉടമസ്ഥന് മൊഴിയെടുത്തപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുള്ള കാര്യം. ഈ സ്ഫോടനം നടന്നത് അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന നിലയിലാണ്. അത് അവിടെ ഈ എത്ര പേരാണ് ഈ വീടിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെയും പോലീസ് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം 2 പേരാണ് വീടിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള സൂചനയാണ് ലഭിക്കുന്നത്. 2 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ അവിടേക്ക് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നില്ല. മറിച്ച് കാരണം അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അവിടേക്ക് പ്രവേശനം അനുവദിക്കാത്തത്. ഇപ്പോൾ ഉള്ള സംശയം അവിടെ ഏതോ ഒരു സ്ഫോടക വസ്തുവിന്റെ നിർമ്മാണം നടക്കുകയാണ്. അത് ഏതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പടക്ക നിർമ്മാണമാണോ നടന്നത് എന്നുള്ള കാര്യം കൂടി ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം വരാനുണ്ട്. പക്ഷേ അവിടെ ഒരു സ്ഫോടക വസ്തുവിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വെടിമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഫോടന വസ്തു ഏതാണ് എന്നുള്ളത് ഇനി കൃത്യമായും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിയാൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. പോലീസ് ഈ പ്രദേശത്ത് പരിശോധന നടത്തി വരികയാണ്. കാരണം അവിടെയുള്ള ഈ താമസക്കാരെ കുറിച്ച് വലിയ പ്രദേശവാസികൾക്കും വലിയ കൂടുതൽ അവരുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചുള്ള വിവരം. അതേസമയം ഈ അനൂപ് എന്നൊരാളാണ് ഈ വീട് വാടകയ്ക്കെടുത്തത് എന്നുള്ള വിവരമാണ് പോലീസ്. ഇയാളെ പ്രദേശവാസികളൊന്നുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നോ? ആരും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയായിരുന്നോ കാര്യങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രദേശവാസികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരല്ല അവർ എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലായിട്ടുള്ളത്. കാരണം അവരെ കുറിച്ച് അവിടെ ആരൊക്കെ താമസമുണ്ട് എന്നുള്ളതിന് ഒരു നാട്ടിൻപുറ പ്രദേശമാണ്. ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു വീടാണ്. അല്പം ഉള്ളോട്ടുള്ള, അതായത് കുറച്ച് ഉൾമേഖലയിലുള്ള ഒരു വീടാണ് ഇത്. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്ത് വീടുകളൊക്കെ ഉണ്ടായിരുന്നു സന്തോഷ്. ഈ സ്ഫോടനം നടന്ന വീടിന്റെ ചുറ്റുവട്ടത്ത് വീടുകൾ ഉണ്ടായിരുന്നോ? ആ വീടുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ? അത് ഉഗ്രസ്ഫോടനമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനം നടന്ന വീടിന് അടുത്തുള്ള വീടുകളിൽ ചില വിള്ളലുകൾ, കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വീടിന്റെ ചുമരുകൾക്ക് പോറലുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിലുള്ള ആളുകൾക്ക് മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഉഗ്രശേഷിയുള്ള വലിയ ശബ്ദം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ഉഗ്രസ്ഫോടനം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള 2 കാര്യങ്ങളിലുള്ള വ്യക്തതയാണ് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കാനുള്ളത്. ഒന്ന്, ഈ സ്ഫോടനം നടന്ന വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച്, എത്ര ആളുകളാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. 2 പേരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ കൂടുതൽ പേർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തത വരാനുണ്ട്. സന്തോഷ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പടക്കം നിർമ്മിച്ചിരുന്ന സ്ഥലമായിരുന്നു, ആ രീതിയിൽ ഗുണ്ട് പൊട്ടിത്തെറിച്ചതാണ് എന്നൊക്കെയുള്ള പല വിവരങ്ങൾ വരുന്നുണ്ട്. അതിലേക്കൊരു വ്യക്തതയിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ സന്തോഷ്? പോലീസ് അതിലൊരു കൃത്യമായ വിശദീകരണം ഈ ഘട്ടത്തിൽ നൽകിയിട്ടില്ല അല്ലേ? ഇല്ല, പോലീസ് അതില് കൃത്യമായിട്ടുള്ള വിശദീകരണം, ഈ സ്ഫോടക വസ്തു ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് പോലീസ് വിവരം നൽകിയിട്ടില്ല. പക്ഷേ
സ്ഫോടക വസ്തുവിന്റെ നിർമ്മാണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത് ഈ പടക്കമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവിടെയുള്ള ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഈ സാധാരണ ഈ ഉത്സവങ്ങളിലൊക്കെ ഉപയോഗിക്കാറുള്ള വലിയ ഗുണ്ട് എന്ന് പറയുന്ന ഒരു പടക്കം ഇവിടെ ഉണ്ട്. വലിയ അത് ഞാൻ ആ ദൃശ്യം കണ്ടപ്പോൾ സന്തോഷം, എനിക്ക് ആ വിഷ്വൽസ് കണ്ടപ്പോൾ നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ കാണാറുള്ള വലിയ ഗുണ്ടുകളുണ്ടല്ലോ, അതിന്റെ ഒരു ദൃശ്യം കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, അങ്ങനെ ഒരു ഊഹവും പ്രചരിക്കുന്നുണ്ടല്ലോ എന്ന്. തീർച്ചയായും അത് ഇനി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരണം. പക്ഷേ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഉഗ്രശേഷിയുള്ള ഗുണ്ടുണ്ട്. അത് ശരിക്ക് കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ രീതിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ വലിയ അപകടങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതാണ്. സമാനമായിട്ടുള്ള ഒരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പള്ളിക്കുന്നിൽ ഇങ്ങനെ ഈ ഗുണ്ട് സൂക്ഷിച്ച ഒരു സ്ഥലത്ത് സ്ഫോടനം ഉണ്ടാവുകയും അവിടെ ഒരാൾ മരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം മുൻപ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണ്ടാണോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം വരാനുണ്ട്. അത് കൃത്യമായിട്ടുള്ള പരിശോധന, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന കൂടി ആവശ്യമാണ്. അതേസമയം അവിടെ കൂടുതൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ മുഴുവൻ പോലീസുകാരോ അല്ലെങ്കിൽ പ്രദേശവാസികൾക്കോ ആ വീട്ടിലേക്ക് പ്രവേശനം ഉൾപ്പെടെ അനുവദിച്ചിട്ടില്ല. അവിടെ ഈ ബോംബ് സ്ക്വാഡിന്റെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതായാലും 8:30യോടുകൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകും. ഈ 8:30ക്ക് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് കൂടുതൽ പേരെ കടത്തിവിടൂ. അതായത് ബോംബുകൾ, സ്ഫോടക വസ്തുക്കൾ മുഴുവൻ നിർവീര്യമാക്കിയതിനു ശേഷം മാത്രമേ അവിടേക്ക് പ്രവേശനം നൽകൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്.